ഇവിടെ ഇപ്പൊ മുസ്ലിം ഏകീകരണം ഉണ്ടായി എന്നൊക്കെയുള്ള വലിയ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ഇല്ലേ? ഈ ഇരിക്കുന്നവരിൽ മഹാഭൂരിപക്ഷം ഞാൻ മനസ്സിലാക്കുന്നു മുസ്ലിം ഭൂരിപക്ഷത്തിലുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ മുസ്ലിം ഏകീകരണം ഉണ്ടായാൽ ഈ ആളുകളൊന്നും ഇവിടെ ഇരിക്കാൻ പാടില്ലല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ കോൺഗ്രസിന്റെ സഹോദരന്മാർ എന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ നെഞ്ചത്ത് കൈവച്ച് നിങ്ങൾ പറയണം, നിങ്ങളുടെ പാർട്ടിയുടെ പേരിന്റെ മുമ്പിലുള്ള വാചകം മുസ്ലിം എന്നാണ്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അയാൾ കളവ് പറയാൻ പാടില്ല. അന്ത്യപ്രവാചകൻ അദ്ദേഹത്തെ വിളിക്കപ്പെട്ടിരുന്നത് അൽ അമീൻ എന്നാണ്, വിശ്വസ്തൻ. ഒരിക്കലും കളവ് പറയാത്ത മനുഷ്യൻ, ഒരിക്കലും കള്ളത്തരം ചെയ്യാത്ത മനുഷ്യൻ. ആ മനുഷ്യൻ പൂർത്തീകരിച്ച ഇസ്ലാമ ദീന എന്ന് പറഞ്ഞ് പൂർത്തീകരിച്ച് തന്നിട്ടുള്ള ഈ മതത്തിന്റെ പേരിൽ, മുസ്ലിം എന്ന പേരിൽ ഒരു സംഘടനയാണല്ലോ മുസ്ലിം ലീഗ്. എന്റെ പ്രിയപ്പെട്ട ലീഗേ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വീട് വീടാന്തരം കയറി വീട്ടുകാരോട് വോട്ട് ചോദിച്ചത് എങ്ങനെയാ? വെറും വർത്താനം നാസർ കൊളായി പറഞ്ഞു പോയില്ല. എന്റെ കയ്യിലുണ്ട് വീഡിയോ. എന്താ ലീഗും ജമാഅത്ത് ഇസ്ലാമിയും വീട്ടിൽ കയറിയിട്ട് പറഞ്ഞത്? SIR നടപ്പിലാക്കുന്നത് പിണറായി വിജയനാണ്. നരേന്ദ്രമോദി പറഞ്ഞ പ്രകാരം ഈ കേരളത്തിൽ SIR നടപ്പിലാക്കുന്നത് പിണറായിയാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്. അതുകൊണ്ട് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യരുത്. എന്നിട്ട് വീട്ടിലുള്ള ആളോട് ചോദിക്കാണ്, നിങ്ങളുടെ ഭർത്താവ് എവിടെയാണ്? ഭർത്താവ് ഗൾഫിലാണോ? എന്നാൽ ഒരു കാരണവശാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യരുത്. എന്താ കാരണം? നിങ്ങളുടെ ഭർത്താവിന് ഈ നിയമപ്രകാരം ഇനി കേരളത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. അയാൾ പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരും. അധികം വൈകാതെ ഈ കേരളത്തിലെ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരും. അതാണ് SIR എന്ന് പറയുന്ന നിയമം. ആ നിയമം ഈ കേരളത്തിൽ നടപ്പിലാക്കുന്നത് പിണറായിയാണ്. ഇത് നാസിർ കൊളായിന്റെ ബഡായി അല്ല. വീഡിയോ നിങ്ങളൊക്കെ കണ്ടവരല്ലേ? ഇവര് വീട്ടിൽ കയറി പറഞ്ഞല്ലേ? അതല്ലേ ബഹുമാന്യനായ തങ്ങളോട് ഞങ്ങൾ ചോദിച്ചത്? ആ ചോദ്യത്തിന്റെ ഉത്തരം ലീഗിന്റെ നേതൃത്വം ഇന്ന് വരെ തന്നിട്ടുണ്ടോ? SIR നടപ്പിലാക്കുന്നത് പിണറായിയാണ് എന്ന് നിങ്ങൾ പറഞ്ഞ കള്ളത്തരം തിരുത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഒരു മറുപടി പോലും നിങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ നാട്ടിലെ മുസ്ലിം മനസ്സുകളെ ഭയപ്പെടുത്തിയിട്ട് അവരോട് പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാർ നിങ്ങൾക്കെതിരാണ്. അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പിന്നെ വരാം. പിന്നെ എന്താണ് അവർ പറഞ്ഞിട്ടുള്ളത്? ഈ പ്രചരണം നടത്തുന്നത് ആരാന്നാ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? മുസ്ലിം ലീഗിന്റെ ആളുകൾ വിശുദ്ധ ഖുർആന്റെ പ്രതികൾ വെച്ചുകൊണ്ട് മുമ്പ് മലപ്പുറത്തെ സ്ഥിരം പതിവേനി പാണക്കാട് തങ്ങൾ തന്നതാണ് എന്ന് പറഞ്ഞിട്ട് കുരുമുളക് വായിലിടിപ്പിച്ച് വിശുദ്ധ ഖുർആനിൽ കൈവെപ്പിച്ചിട്ട് എന്നിട്ട് സത്യം പറയിപ്പിച്ച് വോട്ട് ചെയ്യുന്ന ഒരു കാലം ഈ മലപ്പുറത്തുണ്ടായിരുന്നു. എന്നതുപോലെ നമ്മുടെ നാട്ടിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഖുർആൻ ക്ലാസ് എടുത്തുകൊണ്ട് വന്ന് പ്രസംഗിച്ച ചില ആളുകളുണ്ട്, പ്രത്യേകിച്ചും ചില മുസ്ലിം സ്ത്രീകളുണ്ട്, മുസ്ലിം ലീഗിന്റെ നേതാക്കൾ. അവരെന്താ പറഞ്ഞത്? നിങ്ങളൊന്ന് കേട്ടു നോക്കി. ത്രിതല പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും കോർപ്പറേഷനിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണ് നമ്മളെല്ലാവരും. അതിനിടക്കാണ് കേരളത്തിലുടനീളം ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരും അതുപോലെ തന്നെ അവരുടെ സ്ഥാനാർത്ഥിയും സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞുകൊണ്ട് മാസാമാസങ്ങളിൽ 35നും 60നും ഇടക്ക് പ്രായം വരുന്ന എല്ലാ സ്ത്രീകൾക്കും 1000 രൂപ ആനുകൂല്യം ലഭ്യമാവും എന്നുള്ള തരത്തിലുള്ള വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണത്തിനെതിരെ വനിതാ ലീഗ് സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് പറയുന്ന ആരാന്നറിയങ്ങൾക്ക്? ഈ പറയുന്ന വനിതാ ലീഗിന്റെ നേതാവിന്റെ പേര് സുഹറ മമ്പാട് എന്നാണ്. ഈ സുഹറ മമ്പാടിന്റെ പ്രത്യേകത, അവർ വനിതാ ലീഗിന്റെ അധ്യക്ഷയാണ് എന്നുള്ളത് മാത്രമല്ല, അവർ കേരളത്തിലെ ഒരു മുസ്ലിം മതസംഘടനയുടെ ഭാഗമായി ഖുർആൻ ക്ലാസ് എടുക്കാൻ വരുന്ന സ്ത്രീയാണ്. ഇല്ല, നിങ്ങൾ നിഷേധിക്കോ? ഞാൻ ഈ പറയുന്നത് നിങ്ങൾ മാത്രമല്ല, ഈ വീഡിയോയിലൂടെ കേരളം ഒന്നടങ്കം കേൾക്കും. നിങ്ങൾ നിഷേധിക്കോ? സൂറ മമ്പാട് കേൾക്കല്ലത്? നിങ്ങൾ പറ, ഈ കേരളത്തിലെ മുസ്ലിം വീടുകളിൽ വിശുദ്ധ ഖുർആന്റെ വാക്കുകൾ പറഞ്ഞ് അതിന്റെ അർത്ഥം പറഞ്ഞ് അത് ഇന്ന കാര്യമാണ് ഉദ്ദേശിക്കുന്നത് ഖുർആൻ എന്ന് പറഞ്ഞ് സ്ത്രീകൾക്ക് ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരു മഹതിയാണ് ഈ സൂറ മമ്പാട്. മുസ്ലിം ലീഗിന്റെ നേതാവാണ്, വനിതാ ലീഗിന്റെ നേതാവാണ്. എന്താ അവർ പറഞ്ഞത്? നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരുപാട് പെൻഷൻ ഉണ്ട്. ഞാൻ അതൊക്കെ വിശദീകരിക്കാൻ നിന്നാൽ സമയം പോകും, നമുക്ക് അവസാനം പറയാം. 1980 സഖാവ് നായനാര് 45 ഉറുപ്പികയിൽ തുടങ്ങിയ കർഷക തൊഴിലാളി പെൻഷൻ, അത് പിന്നെ 60 വയസ്സ് കഴിഞ്ഞ സകല വാർദ്ധക്യങ്ങൾക്കും അംഗവൈകല്യമുള്ളവർക്കും വിധവകൾക്കും അങ്ങനെ വന്ന് മദ്രസാധ്യാപകർക്കും അതുപോലെ തന്നെ അമ്പലത്തിലെ കയകക്കാർക്കും അടക്കം കൊണ്ടുവന്നിട്ടുള്ള പെൻഷൻ ഓരോ ഇടതുപക്ഷ ഗവൺമെന്റുകളും അത് വർദ്ധിപ്പിച്ച് കൊണ്ടുവന്നത്. VS കാലത്തെത്തിയപ്പോ 500 ആയത്, അത് കഴിഞ്ഞ് വന്ന അതിനും ഇടക്കുള്ള
ആന്റണിയുടെയും കരുണാകരന്റെയും ഗവൺമെന്റുകൾ ആ വഴിക്ക് തിരിഞ്ഞു നോക്കാത്തത്? BS 500 എത്തിച്ചു നിൽക്കുമ്പോ അത് ഉമ്മൻചാണ്ടി സർക്കാർ 100 രൂപ കൂട്ടുന്നു എന്ന് പറഞ്ഞ് 600 പ്രഖ്യാപിച്ച് കൊടുക്കാതിരുന്നത്, 18 മാസത്തെ കുടിശ്ശിക വന്നത്. 2016 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മത്സരിക്കുമ്പോ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി പറഞ്ഞത് ഞങ്ങൾ ആ കുടിശ്ശിക തീർത്തു തരും, 600 പെൻഷൻ 1000 ആക്കി തരും, നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചു തരും. ജനങ്ങൾ അതിന് വോട്ട് ചെയ്തു. 3-ാമത്തെ മാസം നമ്മൾ കൊടുത്തത് 1000 വെച്ച് 3 മാസത്തിൽ 3000 അല്ല, 4-ാം മാസം കൊടുക്കുന്ന അഡ്വാൻസ് 4000 അല്ല, 18,000 15,000 കൊടുത്തത് UDFന്റെ കുടിശ്ശികയാണ്. ഞാൻ ചുരുക്കി പറയാണ്, 1000 രൂപയുണ്ടായിരുന്ന പെൻഷൻ ഒരാളും ആവശ്യപ്പെടാതെ 1100, 200, 300, 400, 500, 1600 ആക്കി. ഇപ്പോ 2000 പ്രഖ്യാപിച്ച ഗവൺമെന്റിന്റെ പേര് പിണറായി ഗവൺമെന്റ് എന്നാണ്. ആ പിണറായി ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് പറഞ്ഞു അത് 2000 ആക്കുന്നു. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ആ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. എന്താ പറഞ്ഞത്? 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള ദാരിദ്ര്യ രേഖക്ക് താഴെയുള്ള പിങ്കും മഞ്ഞയും കാർഡ് ഇതിലുള്ള സകല വീട്ടമ്മമാർക്കും 31.35 ലക്ഷം വീട്ടമ്മമാർക്ക് 1000 രൂപ പെൻഷൻ പ്രഖ്യാപിച്ചു. ആ പെൻഷൻ പ്രഖ്യാപിച്ച ഒരു മാസം കഴിഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത്. തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് അതിന്റെ ചില കാര്യങ്ങൾ നടക്കുന്നതിന് ചില പ്രയാസമുണ്ട്. അപ്പോഴാണ് സൂറ മമ്പാടിന്റെ പ്രസംഗം, വിശുദ്ധ ഖുർആൻ ഓതി നമ്മുടെ നാട്ടിലെ മുസ്ലിം സ്ത്രീകൾക്ക് ക്ലാസ് എടുക്കുന്ന ഈ സ്ത്രീ പറഞ്ഞത് എന്താണെന്നറിയോ? അങ്ങനെ ഒരു പെൻഷൻ ഇല്ല, അത് തട്ടിപ്പാണ്. ആ തട്ടിപ്പിലാരും കുടുങ്ങിപ്പോകരുത്, അതിന്റെ പേരിൽ വോട്ട് ചോദിക്കുന്ന ഇടതുപക്ഷത്തിന് വോട്ട് കൊടുക്കരുത്. എന്നാൽ ആ വാക്കിൽ അവർ ഉറച്ചുന്നോ? ഇത് തട്ടിപ്പാണോ? 2 ആഴ്ച മുമ്പ് നമ്മൾ കാണുന്നത് ഇതേ സൂറ മമ്പാടിന്റെ വീട്ടിൽ ഈ പെൻഷനിൽ ആളെ ചേർക്കാനുള്ള ഹെൽപ്പ് ഡെസ്ക് വെച്ച നാണം കെട്ട രാഷ്ട്രീയം കളിച്ചത് മുസ്ലിം ലീഗാണ്. നിങ്ങൾ നിഷേധിക്കോ? സൂറ മമ്പാടിന്റെ വീഡിയോ ആണ് ഞാനിവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. അതിന്റെ തൊട്ട് താഴെയുണ്ട് അവര് പ്രസംഗിക്കുന്ന കാര്യം, അവര് ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയ കാര്യം ഇല്ലേ? ഞാൻ പറഞ്ഞു വന്നത് ഓരോരോ കളവുകൾ ഈ രൂപത്തിൽ പറഞ്ഞു. പിന്നെ പറഞ്ഞൊരു കാര്യം എന്താ? കാണാപ്പാടല്ലേ? നമ്മുടെ നാട്ടിലെ കുട്ടികളെ പോലും കാണാപ്പാടം പഠിപ്പിച്ച ഒരു പാട്ടുണ്ട്. എന്താണ് ആ പാട്ട്? പോറ്റിയെ കേറ്റിയെ അല്ലേ? നല്ല രസമുള്ള പാട്ടായിരുന്നു. സകല ലീഗും സകല കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ പാടാണ്. പോറ്റിയെ കേറ്റിയെ. ആരാ കേറ്റിയത്? അയ്യപ്പ. സഖാക്കളാണേ അയ്യപ്പ അല്ലേ എന്ന് പാടിയവരാണ് ഈ നാട്ടിലെ കോൺഗ്രസും ലീഗും ജമാഅത്തെ ഇസ്ലാമിയും. ലീഗ് ഒന്നുകൂടി ചെയ്തു. ഈ പാട്ട് എഴുതിയ ആൾക്ക് പ്രത്യേക അവാർഡ് KMCC. ഈ പാട്ട് പാടിയവർക്ക് പ്രത്യേക സമ്മാനം മുസ്ലിം ലീഗ്. എന്തായി ലീഗ്? ആരാ പോറ്റിയെ കയറ്റിയത്? പോറ്റിയെ കയറ്റിയത് 2004 UDF ഭരിക്കുമ്പോ. പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് UDF ഭരിക്കുമ്പോ. എന്നിട്ട് ഇവര് അടുത്ത കളവ് കൂടി പ്രഖ്യാപിച്ചു. ആ അടുത്ത കളവ് എന്താ പറഞ്ഞത്? ഈ പോറ്റിയുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് പിണറായി വിജയനാണ്. അതിന്റെ തെളിവായിട്ട് കോൺഗ്രസിന്റെ കോഴിക്കോട് ജില്ലയിലെ നേതാവ്, KPCCയുടെ ജനറൽ സെക്രട്ടറി, എനിക്ക് തോന്നുന്നു AICC അംഗാണെന്ന് തോന്നുന്നു, N സുബ്രഹ്മണ്യൻ, എന്താണ് പോസ്റ്റ് ഇട്ടത്? ഫേസ്ബുക്കിൽ നിങ്ങൾ കണ്ടില്ലേ പോസ്റ്റ്? എന്താ പോസ്റ്റ്? പോറ്റിയും പിണറായിയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം. അത് കഴിഞ്ഞ് ഒരു ചിത്രം കൂടി ഉണ്ട്. പോറ്റിയുടെ ചെവിയിൽ പിണറായി എന്തോ സ്വകാര്യം പറയുന്ന ചിത്രം. അത് കള്ളച്ചിത്രമാണ്, AI ഉപയോഗിച്ചുണ്ടാക്കിയതാണ്. അത് ഇയാളിട്ട് പോലീസ് അയാൾക്കെതിരെ കേസെടുത്തു പരാതി പ്രകാരം. ആ പരാതി വന്നപ്പോ ഇയാൾ പിൻവലിച്ചു. എന്നിട്ട് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പോയി ഇയാളുടെ വീട്ടിലേക്ക്. കോൺഗ്രസും ലീഗും സുബ്രഹ്മണ്യനും പറഞ്ഞ എന്താ? സുബ്രഹ്മണ്യൻ പറയാണ്, എന്നെ ചായ കുടിക്കാൻ അനുവദിച്ചില്ല, പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലും സമ്മതിച്ചില്ല, പോലീസ് എന്നെ ബലമായി ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയി. ഞാൻ നിങ്ങൾ കാണുന്ന കാഴ്ച എന്താണ്? നല്ല വടി പോലത്തെ കതറിട്ടിട്ട് സുബ്രഹ്മണ്യൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാ പോണേ. ചായ കുടിക്കാതെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാതെ എപ്പോഴാ സുബ്രഹ്മണ്യൻ ഇതിൻ്റെ ഉള്ളിൽ കയറി? ഇതിന്റെ വിശദീകരണത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. എന്തായിരുന്നു സംഭവം എന്ന് കേരളം കണ്ടില്ലേ? എന്തായിരുന്നു സംഭവം പ്രിയപ്പെട്ടവരെ? നിങ്ങൾക്കറിയില്ലേ? ശബരിമലയിലേക്ക് കൊടുക്കാൻ വേണ്ടി ഭീമ ജ്വല്ലറി കേരളത്തിലെ പോലീസിന് ഒരു ആംബുലൻസ് കൊടുക്കുകയാണ്. ആ ആംബുലൻസിന്റെ താക്കോൽ ദാനം നിർവഹിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ സമയമില്ലാത്തത് കൊണ്ട് മുഖ്യമന്ത്രിയുടെ തിരുവനന്തപുരത്ത് ആഫീസിന്റെ തൊട്ടു താഴെയുള്ള സെക്രട്ടേറിയറ്റിന്റെ മുറ്റത്ത് വെച്ച് ആ താക്കോൽ കൊടുക്കുന്നത് ആരാണ്? ഭീമ ജ്വല്ലറിയുടെ മുതലാളിയുടെ മകളാണോ ആരോ നിങ്ങൾക്ക് അറിഞ്ഞൂടാ, ഒരു സ്ത്രീ. അവരുടെ കൂടെ പോറ്റിയുണ്ട്. പോറ്റി അവരുടെ കൂടെ വന്നതാണ്, ഭീമ ജ്വല്ലറി കൊണ്ടുവന്നതാണ്. ഈ ചാവി ഏറ്റുവാങ്ങുന്നതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. കേരളത്തിന്റെ DGP ഉണ്ട്, ADGPമാരുണ്ട്. അതിന്റെ മുമ്പിൽ നിറയെ
കേരളത്തിലെ സകല മാധ്യമങ്ങളും ഉണ്ട്. എല്ലാ മാധ്യമങ്ങളുടെയും സാന്നിധ്യത്തിൽ, പോലീസിന്റെ സാന്നിധ്യത്തിൽ ഈ ഭീമാ ജ്വല്ലറിയുടെ ഉടമസ്ഥയിൽ ഒരാളായ ഒരു പെണ്ണ് ഈ ചാവി കൊടുക്കുന്നു. പോറ്റിയും ആ ചാവിയിൽ കൈതൊടുന്നു. പിണറായി അത് വാങ്ങുന്നു. വേറൊരു പരിപാടിയില്ല. അത് കഴിഞ്ഞ് പിണറായി വെള്ളക്കൊടി വീശുന്നു ആ വണ്ടി പോകാൻ. വണ്ടി പോയി. പിണറായി തിരിഞ്ഞ് നേരെ സെക്രട്ടേറിയറ്റിലേക്ക് നടക്കുന്നു. അപ്പോ പോറ്റി അവിടെ ഇങ്ങനെ നിൽക്കാണ്. പോറ്റിയുടെ അരികിലൂടെയാണ് പിണറായി ഇങ്ങനെ തിരിഞ്ഞു പോകുന്നത്. ആ ഫോട്ടോ വീഡിയോയിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് പിണറായിയുടെ ചെവിയിൽ പോറ്റി സ്വകാര്യം പറയുന്നു എന്നാക്കി ഈ നാട് മുഴുവൻ പ്രചരിപ്പിച്ചു UDF. ഈ വീഡിയോ പുറത്തു വന്നു. അപ്പോഴല്ലേ സത്യം വെളിച്ചത്ത് വന്നത്. പക്ഷേ അതിനു മുമ്പ് നമ്മളൊരു ചിത്രം കണ്ടു. ഏതാണ് ആ ചിത്രം? കോൺഗ്രസിന്റെ നേതാവ്, കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്ന, കോൺഗ്രസിന്റെ അവസാന വാക്കായിരുന്ന സോണിയാഗാന്ധി. ആ സോണിയാഗാന്ധിയുടെ വീട്ടിൽ നമ്മൾ പോറ്റിയെ കാണുന്നു. പോറ്റി മാത്രല്ല, പോറ്റി കട്ട സ്വർണം വാങ്ങിയ ഗോവർദ്ധൻ എന്ന് പറയുന്ന ബെല്ലാരിയിലെ സ്വർണ്ണ കച്ചവടക്കാരനെ കാണുന്നു. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യം ജനപത് 10ന്റെ വീട്ടിൽ ഒരിക്കൽ സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്തോ കെട്ടിക്കൊടുക്കുന്നുണ്ട്. ആര്? ഈ പോറ്റി. ഏലസാണോ സ്വർണ്ണാണോ ചെയിനാണോ എന്നും നമുക്കറിഞ്ഞൂടാ. ഇതേ സോണിയാഗാന്ധിക്ക് ഗോവർദ്ധന്റെ കൂടെ പോയി സമ്മാനപ്പൊതി കൊടുക്കുന്നുണ്ട്. ആര്? പോറ്റിയും ഗോവർദ്ധനും കൂടി സോണിയാഗാന്ധിക്ക്. കൂടെയുള്ളത് ആരാണ്? അടൂർ പ്രകാശ് ഉണ്ട്, അതുപോലെ തന്നെ ആന്റോ ആന്റണി ഉണ്ട്. 2 പേരും MP-മാരാണ്. ഈ ചിത്രം പുറത്തു വന്നു. ഈ ചിത്രം പുറത്തു വന്നപ്പോ അടൂർ പ്രകാശ് പറഞ്ഞ ആദ്യത്തെ കളവ് പിണറായി കണ്ടതിന് ശേഷമാണ് സോണിയ കണ്ടത്. അത് നിമിഷങ്ങൾക്കകം പൊട്ടി. എന്താ കാരണം? 4 മാസം മുമ്പ് കേരളത്തിന്റെ DGP ആയ ആ DGP-യോടൊപ്പമാണ് പിണറായി ചാവി വാങ്ങുന്ന ചിത്രം. സോണിയാഗാന്ധി, പ്രയാർ ഗോപാലകൃഷ്ണൻ മരിച്ചു. അയാള് മരിക്കുന്നതിന് മുമ്പാണ് ഈ പോറ്റിയുടെ വീട്ടിൽ വെച്ച് ഈ ചിത്രം എടുത്തിട്ടുള്ളത്. അന്ന് സോണിയാഗാന്ധി പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. ആ സമയത്താണ് ഈ ചിത്രം എടുക്കുന്നത്, ഇല്ലേ? അപ്പൊ അടൂർ പ്രകാശ് ആദ്യം പറഞ്ഞ എന്താണ്? ആദ്യം മൂപ്പര് പറഞ്ഞു, ഞാനല്ല പോറ്റിയെ കയറ്റിയത്, പോറ്റി അവിടെ എത്തിയതിന് ശേഷം എന്നെ വിളിച്ചതാണ് എന്ന് പറഞ്ഞാൽ എന്നെ കയറ്റിയത് പോറ്റിയാണ്, പോറ്റിയെ കയറ്റിയത് ഞാനല്ല, ഇല്ലേ? ആ തർക്കം നിലനിൽക്കുമ്പോ പിന്നീട് അടൂർ പ്രകാശ് ഒരു കള്ളം പറഞ്ഞാൽ 1000 കള്ളങ്ങൾ പറയേണ്ടി വരും. പിന്നെ അടൂർ പ്രകാശ് ചോദിച്ചു എങ്ങനെ പോറ്റി അവിടെ കയറി. അപ്പൊ ഇവർ പറഞ്ഞു അത് സോണിയാഗാന്ധിക്ക് എന്തോ ഒരു അസുഖം ഉണ്ടായിരുന്നു. ആ അസുഖത്തിന് ചികിത്സയുണ്ട്, വിദേശത്തൊക്കെ പോയി ചികിത്സയുണ്ട്. അപ്പം മന്ദിർ ചൂതിയ ചരട് കെട്ടാൻ, ശബരിമലയിലെ പ്രത്യേക ചരട് കെട്ടാൻ വേണ്ടിയിട്ടാണ് പോറ്റിയെ വിളിപ്പിച്ചത്. ആരാ വിളിപ്പിച്ചതെന്ന് പറയോ? സോണിയാഗാന്ധിയുടെ രേഖയിലുണ്ടോ? ഒന്ന് മനസ്സിലാക്കണം നിങ്ങള്. Z കാറ്റഗറിയിലുള്ള എല്ലാ സുരക്ഷാ വലയങ്ങളുമുള്ള ജനപത് 10 വീട്ടിനകത്താണ് സോണിയാഗാന്ധി താമസിക്കുന്നത്. ഈ പോറ്റിയെ സോണിയാഗാന്ധി വിളിച്ചതിന് രേഖയുണ്ടോ? നിങ്ങൾ പറ. ഈ സോണിയാഗാന്ധി നിങ്ങളുടെ വാദത്തിന് വേണ്ടി ഞങ്ങൾ സമ്മതിക്കുന്നു, ചികിത്സയുടെ ചരട് കെട്ടാനാണ് പോറ്റിയെ വിളിച്ചതെങ്കിൽ ഗോവർദ്ധൻ എന്താ റോള്? ഗോവർദ്ധന് ചരടിന്റെ ഏർപ്പാടില്ലല്ലോ. ഗോവർദ്ധന് സ്വർണം വാങ്ങുക, കട്ടതായാലും വേണ്ടില്ല കക്കാത്തതായാലും വേണ്ടില്ല, സ്വർണം വാങ്ങുക വിൽക്കുക, ഇതല്ലേ ഗോവർദ്ധന്റെ ഏർപ്പാട്. ആ ഗോവർദ്ധൻ എങ്ങനെ പോറ്റിയുടെ കൂടെ ഇതിനകത്ത് വന്നു? നിങ്ങൾ പറ. പച്ചക്കള്ളമാണ് പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ലീഗ് കോൺഗ്രസ് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ജനപത് 10ന്റെ പ്രത്യേകത എന്താണെന്നറിയും? ആ ജനപത് 10ലേക്ക് അങ്ങനെ ആർക്കും കയറി പോകാൻ കഴിയില്ല. അതിന്റെ മകുടോദാഹരണം ലീഗിനും കോൺഗ്രസിനും മനസ്സിലാക്കണമെങ്കിൽ കേരളത്തിലെ ഒരു കാലത്ത് കോൺഗ്രസിന്റെ അവസാന വാചകമായിരുന്നു ലീഡർ കെ കരുണാകരൻ. ആ കെ കരുണാകരൻ സോണിയാഗാന്ധി ഒന്ന് കാണാൻ ഡൽഹിയിലെ കേരള ഹൗസിൽ 10 ദിവസത്തോളം താമസിച്ചു. ജനപത് 10ന്റെ വാതിൽ കരുണാകരന്റെ മുമ്പിൽ തുറന്നില്ല. കേരളത്തിലെ ഏറ്റവും വലിയ കോൺഗ്രസ് നേതാവ്, നിരവധി തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ കരുണാകരൻ, കേന്ദ്രമന്ത്രിയായ പാർലമെന്റ് മെമ്പറായി ഈ സോണിയാഗാന്ധിക്കൊപ്പം ഇരുന്ന കരുണാകരൻ, ആ കരുണാകരന്റെ മുമ്പിൽ ജനപത് 10ന്റെ വാതിൽ തുറന്നില്ല. ഞങ്ങൾ പറഞ്ഞതല്ല, ഇതേ കരുണാകരൻ തിരുവനന്തപുരത്ത് വന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞതാണ്. DIC രൂപീകരണത്തിലേക്ക് പോലും കടന്നു വന്നത് അതിന്റെ കാരണമാണ്, ഇല്ലേ? ആസാമിന്റെ മുഖ്യമന്ത്രി വിശ്വാസ്, അദ്ദേഹം ഇതുപോലെ ജനപത് 10ന്റെ മുമ്പിൽ സോണിയാഗാന്ധിയെ കാത്തിരുന്നു, കണ്ടില്ല. അതിന്റെ കൂടി നിരാശയിൽ വന്ന് വിശ്വാസും മന്ത്രിസഭയും ഒന്നായിട്ട് BJP പോയി. ഇന്നല്ലെങ്കിൽ ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ BJP,
ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ കോൺഗ്രസ് BJPക്കുള്ളതാണ്. അതാ സഖാവ് കൂടെ പറഞ്ഞേ, മറ്റത്തൂരടക്കം. ഞാൻ വിശദീകരണത്തിൽ കിടക്കുന്നില്ല, സമയം കിട്ടുകയാണെ പറയാ.